Hi all, welcome to Saira Learning. UGC നെറ്റ് ജനറൽ പേപ്പറിൻ്റെ സിലബസിൽ 4ാമത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. ഈ യൂണിറ്റിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു ചാർട്ട് വൈസ് റെപ്രസെൻറ്റേഷൻ പ്രകാരമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നതൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കമ്മ്യൂണിക്കേഷൻ, വാട്ട്സ് മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ? നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയ നമ്മളുടെ ജീവിതത്തിൻ്റെ എസെൻഷ്യൽ പാർട്ടായിട്ടുള്ള നമ്മളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന മനുഷ്യർ എന്നൊരു കാറ്റഗറി തന്നെ രൂപം കൊള്ളുന്ന ഒരു ബേസിക് ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, അല്ലേ? ഹ്യൂമൻസ് ആർ എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുക. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. ആ സാമൂഹ്യത, ആ ഒരു സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് മനുഷ്യരെ അടയാളപ്പെടുത്തുന്നത് ദ ക്യാപ്പബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളോട് സംവദിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനെ പല ടൈപ്പായിട്ട് പറയുന്നുണ്ട്. പാസിംഗ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അത് പല ടൈപ്സിൽ, പല രീതിയിൽ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നോ എന്ന ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ നോ മീൻസ് നോ എന്നുള്ളതാണ്. അതായത് അവിടെ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതേസമയം ഞാനൊന്ന് നിങ്ങളെ തുറിച്ചു നോക്കുക, കുറേ നേരം എൻ്റെ ഐ കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ്സ് ഓൾ. അതർവൈസ് മീൻസ് നോ, ഓർ അത് എന്നെ അസ്വസ്ഥമാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് എതിർക്കുന്നു എന്നുള്ളതിനാണ് ആ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഐ കോണ്ടാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഹെഡ് രണ്ട് സൈഡിലേക്കും ആട്ടുകയാണ്, അത് ഓൾസോ നോ എന്ന മീൻസ് ആണ്. അത് എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാൻ നോ എന്നുള്ള അർത്ഥത്തിൽ ഹെഡ് രണ്ട് സൈഡിലേക്കും ആട്ടുന്നു, നോ എന്ന് എഴുതുന്നു, വേണ്ട എന്ന് പറയുന്നു. അത് ഏത് ലാംഗ്വേജിലും ഏത് രീതിയിലും നമ്മൾക്ക് ഉള്ളിലുള്ള ആ ഒരു ഐഡിയയെ കൺവേ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മെയിനായി പറയുന്നത്. ഒരാളെ, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യർ ഒരു സോഷ്യൽ ആനിമൽ ആണ് എന്നതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, പരസ്പരം സംവദിക്കുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യജീവിതം ഫുൾഫിൽ ചെയ്യുന്നത്, അല്ലേ? അപ്പം അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്നത് അതിനെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ആണ്. Communication acts a basis of coordination and it helps in smooth working of enterprises. It also increases managerial efficiency and establish effective leadership എന്ന് പറയുന്നു. That means communication എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ഒരു ഗ്രൂപ്പിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെ ഓർഗനൈസ്ഡായി ഒരു എഫിഷ്യൻറ്റ് മോഡിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു കുടുംബമായിക്കോട്ടെ, കുടുംബം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ അടിസ്ഥാനമാണ്, അല്ലെ? ഫാമിലി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ അടിസ്ഥാനമാണ്. ആ ഒരു കുടുംബത്തിലുള്ള ഫാദർ, മദർ, ഡോട്ടർ ഓർ സൺ, ഇവരെല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് അവരുടെ ഒരു കോർഡിനേഷനാണ് ഒരു ഫാമിലിയായി ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ ഫാമിലികളും പരസ്പരം കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു സൊസൈറ്റി ആയിട്ട് വരുന്നത്. അത്തരത്തിൽ അവയ്ക്കെല്ലാം ബേസിക്കായി വരേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരിടത്ത് ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്നേഹം, മറ്റ് ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത്തരം സ്പേസസിൽ ഉണ്ടാവില്ല എന്ന് കൂടി ഓർത്തു വെക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പറയുന്ന വേർഡ്
ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ്, വിച്ച് മീൻസ് കോമൺ. കോമൺ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന വേർഡ് എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അല്ലെ. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് ആൻഡ് കംപ്രൈസസ് ഓഫ് കൗണ്ട്ലെസ് വേ ഇൻ വിച്ച് പേഴ്സൺ കീപ്പ് ഇൻ ടച്ച് വിത്ത് അതർ എന്നുള്ളതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ സാധിക്കുന്നത്. കമ്മ്യൂണിക്കേഷനെ പല ടൈപ്പ് ഞാൻ പറഞ്ഞു. എന്താണ്? വേർഡ് ബൈ യൂസിങ് വേർഡ്സ്, നമുക്ക് വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധിക്കും. ഓർ അതർവൈസ് ഹ്യൂമൻ ആക്ഷൻ, എനി ജസ്റ്റേഴ്സ് വിസിബിൾ ടു someone's eyes or audible in someone's ears can be or anything can called communication. നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ ഐ കോണ്ടാക്ട്, ഇവയെല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. Communication is the process of passing information and understanding from one person to another എന്ന് പറഞ്ഞിട്ടുള്ളത് കെയ്ത്ത് ഡേവിസ് ആണ്. According to Carl Howard, communication is the process by which an individual transmits stimuli to modify the behavior of the other individuals എന്നാണ് കാൾ ഹൗലാൻഡിന്റെ communication definition. Next is, according to Millett, the underlying aim of communication is the meeting of minds in common issue. നേരത്തെ പറഞ്ഞ കോമൺ എന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രകാരമാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ട്രാൻസ്ഫറിങ് ഓർ കൺവേയിങ് ഓഫ് മീനിങ് എന്നുള്ളതാണ്. ബെർലോ എന്ന് പറയുന്ന സൈദ്ധാന്തികൻ തിയറിസ്റ്റ് കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആസ് SR മോഡൽ ഓർ സെൻഡർ റിസീവർ മോഡൽ, which sender stands for stimulus and receiver stands for response എന്നുള്ളതാണ്. This was later extended to SMCR model that stands for sender message channel receiver model. Okay. It is the basic communication process. It means that the essence of communication is understanding information or transmitting information. Okay. അപ്പം ബെർലോ എന്ന് പറയുന്ന തിയറിസ്റ്റ് കമ്മ്യൂണിക്കേഷനെ സെൻഡർ റിസീവർ മോഡൽ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ വേരിയസ് ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഫെമിലിയർ ആയിട്ടുണ്ട്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസ് നടക്കുന്ന എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാറുണ്ട്. റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓർ ബോത്ത് എലമെന്റ്സ് ഓഫ് സയൻസ് ആൻഡ് ആർട്ട്, ആർട്ടിലെയും സയൻസിന്റെയും ഒക്കെ എലമെന്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഓൾ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഇത്രയും അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷനെ കണക്കാക്കാവുന്നതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നമുക്കൊന്ന് ഫെമിലിയർ ആവണം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ക്ലോഡ് ഷാനോൺ ആൻഡ് വാറൻ വീവർ ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ വൈഡ്ലി യൂസ് ചെയ്യുന്ന മോഡലിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 8 കമ്പണൻസ് ആണുള്ളത്. സോഴ്സ്, എൻകോഡിംഗ്, മെസ്സേജ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് നോയിസ് എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കമ്പണൻസ് ആയിട്ടുള്ളത്. ഈ ഒരു ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോഴ്സ്, എൻകോഡിംഗ്, മെസ്സേജ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് നോയിസ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓർഡർ ഓർത്തു വെക്കുക. പലപ്പോഴും ഓർഡറിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്.
നമുക്ക് ഈ ഓരോ കമ്പണൻസും എന്താണ് എന്ന് ഫെമിലിയർ ആവാം. Source. The source is the initiator of communication who wants to transmit his or her ideas, thoughts, needs, intentions, or other pieces of information to another person. Source എന്നുള്ളതിനെ otherwise സെൻറ്റർ എന്ന് നമുക്ക് വിളിക്കാം. സോഴ്സ് എന്ന് പറയുന്നത് ആർക്കാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആരുടെ ഐഡിയകളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്, പാസ് ചെയ്യേണ്ടത്, ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഇതാണ് സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് ഈസ് എൻകോഡിംഗ്. വാട്ട് ഈസ് എൻകോഡിംഗ്? Encoding is a process in which the ideas to be conveyed and translated into a code or set of symbols or some other format of expressions. Encoding എന്ന് പറയുന്നത് സോഴ്സിനാണ് ഐഡിയ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ ഐഡിയകളെ എത്തരത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതൊരു കോഡ്, അത് ട്രാൻസ്ലേറ്റ് ആക്കുകയാണ് ഒരു കോഡായിട്ട് ഓർ അതർവൈസ് സിമ്പിളായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ആയിട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് ടേൺസ് ഇൻടു മെസ്സേജ്. മെസ്സേജ് ഈസ് ആക്ച്വൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഫ്രം ദി സോഴ്സ് എൻകോഡിംഗ്. അപ്പം സോഴ്സ് എൻകോഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് മെസ്സേജ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഇറ്റ് റിപ്രസെൻറ്റ്സ് ദി മീനിങ് വിച്ച് ദി സോഴ്സ് വാണ്ട് ടു കൺവേ. അപ്പം എന്താണ് സോഴ്സിന് കൺവേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പ്രസ്ഡ് ഫോമാണ് മെസ്സേജ് എന്നുള്ളത്. ദെൻ ചാനൽ. ചാനൽ ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ദി മെസ്സേജ് ട്രാൻസ്മിറ്റ്. ഏത് മീഡിയത്തിൽ കൂടിയാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നതാണ് ചാനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ദി കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് ദി റിസീവർ. ചാനലാണ് സെൻഡറിൻ്റെയും മെസ്സേജ് റിസീവറുടെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. Then decoding. Decoding is the process which translates the message into a form that can be understood by the receiver. റിസീവറിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ആ മെസ്സേജിനെ റിസീവർക്ക് മനസ്സിലാക്കുന്ന കോഡായി കൈമാറുക എന്നുള്ളത്. അതായത് റിസീവറുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു കാര്യത്തെ റിസീവർ നോക്കിക്കാണുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. And the receiver is the person to whom the message is directed or conveyed. റിസീവർ ആണ് സോഴ്സ്, ആർക്കാണോ മെസ്സേജ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൺവേ ചെയ്തിട്ടുള്ളത് അവരെയാണ് റിസീവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ഫീഡ്ബാക്ക്. Feedback is the response from the receiver which enables the sender to determine whether the message was received or understood as originally intended. Receiver മെസ്സേജ് റിസീവ് ചെയ്ത് അതിനുള്ള മറുപടി കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്ക് നമുക്ക് ഫീഡ്ബാക്ക് ഫോംസ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നത് എന്താണ്, സോഴ്സ് ഓർ സെൻഡർ കൺവേ ചെയ്തിട്ടുള്ള മെസ്സേജ് അതേ ഇന്റൻഷനോട് കൂടി റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നത് ഫീഡ്ബാക്കിൽ കൂടിയാണ്. ആൻഡ് ദി ലാസ്റ്റ് ടേം ഈസ് നോയ്സ്. Noise includes those factors in which of the components of communication that reduces the accuracy of the message. Thus, it can occur at any stage in the communication process. Communication process in any stage, ഏതൊരു സ്റ്റേജിലും നടക്കാവുന്ന ഒന്നാണ് നോയ്സ് എന്നുള്ളത്. നോയ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ അക്യുറസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ആ ഒരു എഫക്റ്റീവ്നെസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നതിനെയാണ് നോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next term is SMCR model or Berlow's model of communication. SMCR model of communication എന്ന് പറയുന്നത് ഒരു linear മോഡലാണ്. Linear model of communication means it is considered as one-way process where sender is the only one who sends message and receiver does not give feedback or response. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഫ്ലോ ചാർട്ടിൽ സെൻഡർ
അയക്കുന്ന മെസ്സേജ് റിസീവർ റിസീവ് ചെയ്യുകയും അതിന് ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് SMCR മോഡൽ എന്ന് പറയുന്നത്, ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് SMCR മോഡലിലും പറയുന്നത്. The message signal is encoded and transmitted through channel in the presence of noise. The center is more prominent in linear model of communication. Linear model എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മൾ പല സ്ഥലങ്ങളിലും അത് പഠിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ ഡെവലപ്പ് ചെയ്തതാണ്. And later it is adopted by Shannon and Weaver and which was later adopted by David Berlow. അപ്പോൾ ഡേവിഡ് ബർലോ അഡോപ്റ്റ് ചെയ്ത മോഡൽ ആണ് SMCR മോഡൽ, വിച്ച് മീൻസ് സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. സോ ഓൾസോ കോൾഡ് ട്രാൻസ്മിഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഫെമിലിയർ ആവേണ്ടത് SMCR മോഡൽ എന്താണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ് ഈസ് എ ലീനിയർ മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആസ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ മാത്രം ഡിഫൈൻ ചെയ്യുന്ന മോഡലാണ് SMCR മോഡൽ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ബർലോ ആൻഡ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഹിസ് ബുക്ക് 1960 വന്നിട്ടുള്ള പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ബുക്കിലാണ്. ഇതിലെ കമ്പണൻസ് ഏതൊക്കെയാണ്? സെൻഡർ ആണ്. സെൻഡർ എൻകോഡ്സ് എ മെസ്സേജ് ത്രൂ എ chosen channel. Message affected by the communication skills, knowledge and attitude of both parties. Channel is the chosen channel. Receiver decodes the message content. അപ്പം ഏതൊക്കെയാണ് SMCR മോഡലിന്റെ കമ്പണൻസ് ആയിട്ടുള്ളത്? സെൻഡർ, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. ഈ ഒരു മോഡലിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ഫോർവേഡ് ഇലൂസ്ട്രേഷൻ of effective communication. Disadvantages എന്തൊക്കെയാണ്? It is a linear model ആണ്. Does not account for feedback. Feedback account ചെയ്യാതെ നമുക്കത് ക്ലിയർ ആയിട്ടുണ്ടോ, സെൻഡർ അയച്ച അതേ ഇന്റൻഷനോട് കൂടി നമ്മൾ റിസീവർ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിവൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ചാനൽസിന്റെ മോഡൽ only allow for one way communication. One way communication ആണ് അല്ലേ? അപ്പം സെൻഡർ എന്ന് പറയുമ്പോൾ സെൻഡറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ എന്നതിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സെൻഡർ ക്രിയേറ്റ് ആവുന്നത്. സെൻഡറിന്റെ മെസ്സേജ് എൻകോഡ് ചെയ്യപ്പെടുന്നു. എൻകോഡ് ചെയ്യുന്ന മെസ്സേജിന് കണ്ടന്റ് ഉണ്ടായിരിക്കും, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിനൊരു കോഡ് ഉണ്ടായിരിക്കും. അത് റിസീവറുടെ ബേസിക് ബാക്ക്ഗ്രൗണ്ടിനെ മുൻനിർത്തിയിട്ടായിരിക്കും ആ മെസ്സേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ചാനലിൽ വരുന്നു. ചാനലിൽ നമ്മളുടെ ഹിയറിംഗ്, ലിസണിങ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിങ്, ടെസ്റ്റിംഗ് ആ വക ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അത് ഡീകോഡ് ചെയ്യപ്പെടുന്നു. ഡീകോഡ് ചെയ്യപ്പെടുമ്പോൾ റിസീവറുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നോളജ്, സോഷ്യൽ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റിസീവറുടെ കമ്മ്യൂണിക്കേഷൻ ഇത് വരുന്നത്. ഇതാണ് ബർലോസ് മോഡൽ ഓർ SMCR മോഡലിന്റെ ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ളത്. ഇത് പലപ്പോഴും നെറ്റ് പരീക്ഷയ്ക്ക് 2020 ശേഷം വന്നിട്ടുള്ള നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലീനിയർ മോഡൽ, അരിസ്റ്റോട്ടിൽസ് ലീനിയർ മോഡൽ എന്താണ് എന്ന് നമ്മൾക്ക് അറിയണം. ബർലോസ് SMCR മോഡൽ അറിയണം. ക്ലോഡ് ഷാനോൺ ആൻഡ് വാറൻ വീവറുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എന്താണെന്ന് അറിയണം. ഇവയെല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാഠഭാഗം ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. പലപ്പോഴും നെറ്റ് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ എല്ലാവരും പഠിക്കുക. ഈ ഒരു യൂണിറ്റിലെ ഈ ഒരു സബ് ടോപ്പിക്കിലെ മാർക്ക് നമുക്ക് കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയും ഇൻട്രസ്റ്റോട് കൂടിയും ഈ ഒരു യൂണിറ്റ് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.